RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന ക്ലബ് വേൾഡ് കപ്പ് സെമി ഫൈനൽ മത്സരത്തിലെ ഫ്ലൂമിനാസ് വിസസ് ചെൽസി മത്സരത്തെ കുറിച്ചാണ്. അങ്ങനെ ചെൽസി ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. റൈഹാന്റെ ടീം ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. പ്രഡിക്ഷനും കൂടി ശരിയായിരിക്കുകയാണ്. ഇവിടെ ഫ്ലൂമിനസ് ഒരു ഇച്ചിരി ചാരമായി പറഞ്ഞിട്ട് 50-50 എന്ന് പറഞ്ഞ് ഫുൾ വീഡിയോനെ ആക്കിപ്പിച്ചു. അങ്ങനെ എന്തായാലും PSG-യും റയൽ മാഡ്രിഡും ഒരുക്കി തന്നെ എടുത്തോളൂ. ഫൈനലില് ചെൽസിക്കെതിരെ ആരാണെങ്കിലും ഒരുക്കി തന്നെ ഇരുന്നു. ചെൽസിയുടെ കളി ഒരു രക്ഷയില്ല മക്കളെ. ഫസ്റ്റ് ഹാഫില് ഫ്ലൂമിനസ് കുറച്ച് ഡൊമിനേറ്റ് ചെയ്ത് കളിച്ചെങ്കിലും പക്ഷെ ആ ഗോൾ വീണതോടുകൂടി ഫ്ലൂമിനസ് താഴോട്ട് പോവുകയും പിന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ട് തിരിച്ചു വരുന്നു വിചാരിച്ചു. പക്ഷെ ഫ്ലൂമിനസ് തീരെ പൊസിഷനിലായ്മയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു അലങ്കോലമായിട്ടുള്ള കളി. അതേപോലെ ഡിഫൻസിൽ ഉള്ള സിൽവയും അങ്ങനെ ഡിഫൻസ് ഫ്ലൂമിനസിന്റെ ഡിഫൻസും ഒന്നുകൂടെ മെച്ചമായതുകൊണ്ട് മാത്രം 1-2 ഗോളുകൾ. അതേപോലെ ചെൽസിയുടെ കുറെ ചാൻസുകൾ അവസാന നിമിഷത്തില് കൂൾ പാൽമറിന് ഒരു പാസ് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ സിമ്പിൾ ആയിട്ട് ഗോൾ, അങ്ങനെയുള്ള കുറെ മിസ്സിങ് പറ്റിയ ഒരു 3-4 ഗോൾ ചെൽസി അടിക്കണ്ടായിരുന്നു. അതേപോലെ ഫസ്റ്റ് ഹാഫില് കുക്കറല ഒരു ഗോൾ ലൈൻ സേവ് ചെയ്യുന്നുണ്ട്. ഫ്ലൂമിനസ് ഉറച്ച ഗോൾ എന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. അത് ഗോൾ ലൈനില് ലാസ്റ്റ് ടൈമിൽ തട്ടിപ്പുറത്തിരുന്നത്. അതെ, അതിന് തൊട്ടടുത്തൊരു ചാൻസ് കിട്ടി. ഹാൻഡ് ബോൾ എന്നിട്ട് പെനാൽറ്റി ബോക്സ് വെച്ചു. പക്ഷെ പെനാൽറ്റി റഫറി വിധിച്ചു. പക്ഷെ വാറിന് കൊടുത്തപ്പോ കൈ നോർമൽ പൊസിഷനിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അത് പെനാൽറ്റി വിധിക്കായിരുന്നത്. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ തീർത്തും ഫസ്റ്റ് ഹാഫിൽ കുറച്ചെങ്കിലും നല്ല രീതിക്ക് ഒരു കളി കാണാൻ പറ്റും. സെക്കൻഡ് ഹാഫിൽ ചെൽസിയുടെ ഡൊമിനേഷൻ, ചെൽസി കറക്റ്റ് ടൈമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ട് അവരുടെ ഈ ഒരു ഇതുണ്ടല്ലോ ടയർഡ്നെസ്, ജാക്സനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ട് എന്താ പറഞ്ഞാൽ ടയർഡ്നെസ് ഉണ്ടല്ലോ, 2 ഗോൾ അടിച്ചത് ചങ്ങായിനെ പിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഹാഫ് ടൈം കഴിഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. എന്താ പറഞ്ഞാൽ ഡിഫൻസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതേപോലെ പാൽമറൊക്കെ സെക്കൻഡ് ഹാഫിലാണ് കുറച്ചുകൂടെ അറ്റാക്കിങ് കളിക്കുന്നത്. കാരണം കൗണ്ടേഴ്സ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് കളിക്കുക എന്നുള്ള രീതിക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫ് ഈ സൈഡ് മാത്രമായിരുന്നു കളി കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ വിങ്ങിലൂടെ മാത്രമായിട്ട് ലെഫ്റ്റ് വിങ്ങിൽ എന്ന് പറഞ്ഞാല് എൻസോ ഫെർണാണ്ടസും മറ്റേ പെഡ്രോ നാറ്റോയും അതേപോലെ കളി 2 ഗോൾ അടിച്ച ജോ പെഡ്രോ, ഇവര് 3 ഈ സൈഡായിരുന്നു കളി. പക്ഷെ സെക്കൻഡ് ഹാഫിൽ കളി മാറി. സെക്കൻഡ് ഹാഫിൽ നമ്മുടെ പാൽമറൊക്കെ രംഗത്ത് വന്നിട്ട് കളി നല്ല രീതിക്ക് കളിച്ചു. പക്ഷെ ഗോളുകൾ ഇനി അവസരങ്ങൾ ഉണ്ടായിരുന്നു ചെൽസിക്ക് ഇതിന് മുന്നിൽ അടിക്കാൻ വേണ്ടിട്ട്. ഈ ഗോൾ അടിച്ച് ചങ്ങായിട്ടുണ്ടെന്ന് ജോ പെട്രോ രണ്ടാമത്തെ കളിയാണ് ചെൽസിക്ക് വേണ്ടിട്ട് കളിക്കുന്നത്. അതെ, ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് 11 കിട്ടിയിട്ട് 2 ഗോൾ അടിക്കുന്ന മാൻ ഓഫ് ദി മാച്ച് നേടി. അപ്പോ ഫസ്റ്റ് കളി പാൽമെന്റസിനെതിരെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതില് കുറച്ചു നേരം കളിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 65 മില്യൺ എങ്ങാനും ബ്രിട്ടനിൽ നിന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബിൽ നിന്ന് ചെൽസിയിലേക്ക് ഈ 2020 സൈൻ ചെയ്തതാണ്. അപ്പോ അടുത്ത സീസണിൽ എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഒതുങ്ങി നിന്നോളൂ. ചെൽസി, ലിവർപൂളും സിറ്റിയും ഒക്കെ ഭയപ്പെടേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അമ്മാതിരി ചെക്കൻ സൈനിങ്, അമ്മാതിരി ഗോൾഡ് പവർ ഒക്കെ ഉണ്ട്. രണ്ടാമത്തെ ഗോൾഡ് പവർ ആ ബാറിൽ തട്ടിയിട്ട് ആ ഉള്ളിക്ക് ബാർ കുലുങ്ങുന്നുണ്ടായിരുന്നു. അമ്മാതിരി കളി. അതേപോലെ കൂളായിട്ട് ഒരു ടെൻഷനും ഇല്ല, ഒരു കൂളായിട്ടാണ് കളിക്കുന്നത്. അതേപോലെ സെലിബ്രേഷൻ ഒന്നുമില്ല. ആളുടെ പഴയ ക്ലബ്ബാണ്, അതുകൊണ്ട് സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഗോൾ അടിച്ചിട്ട് സെക്കൻഡ് ഗോൾ അടിച്ചിട്ട് ആൾ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും അവരോട് മാപ്പ് പറഞ്ഞ പോലെ ഉള്ള ഇതായിരുന്നു. എന്തായാലും ചെൽസി എന്തായാലും ഈ അടുത്ത സീസൺ ചെൽസി 3 വർഷം കൊണ്ട് 1 ബില്യന്റെ അത്ര ട്രാൻസ്ഫർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ, ഒരുപാട് പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് തന്നെ ഇപ്പൊ ഒരു ഫൈനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ UEFA ഒരു ഫൈൻ അടക്കം ചെൽസിക്ക് ഇപ്പൊ കിട്ടി. ചെൽസി, ബാഴ്സലോണ അങ്ങനെ 3-4 ക്ലബ്ബുകൾക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ചെൽസിക്ക് 21 മില്യൺ എന്താണ്, 21 31 മില്യൺ എന്താണ് ടോട്ടൽ ഫൈൻ വന്നിരിക്കുന്നത്. 80 മില്യന്റെ ഫൈനാണ്. പക്ഷെ 4 വർഷമാണ് അവർക്ക് അടയ്ക്കുക. 4 വർഷം കൊണ്ട് അടയ്ക്കുകയാണെങ്കിൽ ഈ 31 മില്യൺ അങ്ങനെ അടച്ചാൽ മതി. 31, 21 കറക്റ്റ് ആയിട്ട് എനിക്കത് ഓർമ്മയില്ല. അങ്ങനെയാണ് വരുന്നത്. അപ്പോ ചെൽസി അപ്പൊ അടുത്ത സീസണില് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലും എല്ലാത്തിനും ഒരു നല്ല പോരാട്ടം കാഴ്ചവെക്കുന്നത്. അതുപോലെ അത്യാവശ്യം നല്ല സ്കോഡ് ഉണ്ട് അവർക്ക്. അതേപോലെ പുതിയ കോച്ചിന്റെ അണ്ടറിൽ. അപ്പൊ എന്തായാലും തീപ്പാറിയ മത്സരം തന്നെ ആയിരിക്കും. ഡിഫൻസിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡിഫൻഡ് ചെയ്തിട്ടത്. കുക്കുറാലിന്റെ എനിക്ക് ആ സേവ് ആണ് എനിക്ക് ഇപ്പോഴും ആ ഒരു രക്ഷപ്പെട്ടത്. കാരണം ആ ഒരു ഗോളൊക്കെ അവിടെ വീഴാണെങ്കിൽ ബ്രസീൽ സെലിബ്രേഷൻ തുടങ്ങിയതാണ്. അതേപോലെ ഇന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ റേഹാനോ, ബ്രസീൽ അവരുടെ ഫ്ലൂമിനസിന്റെ ഫാൻസ് ഗ്രൗണ്ട് ചെൽസിനെക്കാളും എനിക്ക് ഫാൻസിന് തോന്നിയത് ഇവരുടെ ഫാൻസാ തോന്നുന്നുണ്ട്. അവിടെ സ്റ്റേഡിയത്തില് ഫ്ലാഗും അതേപോലെ അവര് കളി കഴിഞ്ഞിട്ട് കണ്ടോ അവര് തോറ്റിട്ടും അവർക്ക് സെലിബ്രേഷൻ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സെമി ഫൈനൽസ് ആണ്. അതെ, അവിടെ എത്തി. ക്ലബ് വേൾഡ് കപ്പിൽ ഇത്രയും ടീമാണ് പരാജയപ്പെട്ടത്.
അവര് സെമിഫൈനലിലെത്തി. അപ്പൊ അവർക്ക് എന്തായാലും ആഘോഷിക്കാം. അവര് തല ഉയർത്തി തന്നെയാണ് മടങ്ങുന്നത്. സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ പൊരുതിരുന്നു. അതേപോലെ സെക്കൻഡ് ഹാഫിൽ ഗോൾ ചാൻസർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇവർക്ക് ബോൾ കിട്ടുമ്പോൾ തീരെ പ്ലേയേഴ്സ് പൊസിഷനില്ല. അവര് സെക്കൻഡ് ഹാഫിൽ തന്നെ ഇനി കൂടുതൽ ഒരു ഗോൾ അടിച്ചു, ഇനി കൂടുതൽ ഗോൾ വഴങ്ങാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ഡിഫൻസീവ് മൈൻഡിലെ കളിച്ചത്. എന്നിട്ട് കൗണ്ടർ കിട്ടുമ്പോൾ കളി. പക്ഷെ ചെൽസി കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് വന്നു. പിന്നെ ഡിഫൻസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട്. അതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങിയപ്പോ ഇവര് പാൽമേഴ്സിന്റെ ഒരു പ്ലെയറിന്റെ ഫ്ലൂമിനസിന്റെ ഒരു പ്ലെയറിന്റെ അടുത്ത് പോകുമ്പോഴേക്കും ഇവര് ചെൽസിന്റെ 3-4 പ്ലെയർ ഒരുമിച്ച് വന്നിട്ട് അവരുടെ ബോൾ റിക്കവർ ചെയ്യുന്നത്, ഇന്റർസെപ്ഷനും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അത്രയും ഭയങ്കരമായിട്ട് ഹൈലൈറ്റ്സ് നോക്കിയാലും വരെ എല്ലാവർക്കും അറിയാം. കാരണം അത്രയ്ക്ക് നല്ലോണം കുറെ ഹൈലൈറ്റ്സ് ഉണ്ടാവും കാണാൻ. അതെ, അത് കുറെ ഗോൾ ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഫ്ലൂമിനസിന്റെ കാര്യത്തില് അവര് പരിമിതികൾ ഒരുപാട് ഉണ്ടാവും. 40 വയസ്സുള്ള ഡിഫൻഡർ ആൻഡ് ക്യാപ്റ്റൻ. ഓക്കെ, അതേപോലെ ഗോൾ കീപ്പർ 44 വയസ്സായ ചങ്ങായാണ് ഗോൾ കീപ്പർ. അതേപോലെ സ്ട്രൈക്കർ കളിക്കുന്ന ചങ്ങായി 40 വയസ്സ്. അപ്പൊ അവർക്ക് അതിന്റേതായ പരിമിതികളുണ്ട്. പരിമിതികളൊക്കെ വെച്ചിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബ്ബുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും, ഗ്രൗണ്ട് ആയിക്കോട്ടെ, അതേപോലെ ഫെസിലിറ്റീസും കാര്യങ്ങളും, അതേപോലെ പൈസ, എല്ലാ കാര്യത്തിലും ഇവരെക്കാളും മെച്ചമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഫ്ലൂമിനസ് എന്തായാലും പിന്നെ ഇപ്പോ ജോ പെഡ്രോനെ കുറെ പേര് താത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെൽസിക്ക് ആവശ്യമില്ലാത്ത സൈന് മാത്രം അത് പറഞ്ഞാല് ബ്രിട്ടനിലൊക്കെ 30 ഗോൾ 2 സീസൺ എന്ന് കളിച്ച 30 ഗോളും 11 അസിസ്റ്റ് ഒക്കെ അടിച്ചിട്ടുള്ള അതിന് മുമ്പ് കളിച്ച ക്ലബ്ബുകളിലും അതേപോലെ തന്നെ അത്ര വലിയ ഇതൊന്നും അല്ല. പക്ഷെ ഇപ്പൊ ഇറങ്ങി രണ്ടാമത്തെ കളി തന്നെ 2 ഗോളും. അത് എന്തായാലും ആ ഒരു ചെൽസി ചെയ്ത സൈനിങ് 64 മില്യൺ എന്തോ കൊടുത്ത് സൈൻ ചെയ്തതിന് എന്തായാലും ഇനിയും ഇതേ ഫോമിൽ കളിക്കുകയാണെങ്കിൽ ഒരു പുതിയ ടാലന്റിനെ നമ്മൾ കാണാം. അതെ, 23 വയസ്സ് 22 വയസ്സ് 23 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ചെൽസിയുടെ ഒരു ഫ്യൂച്ചറിലേക്ക് എടുത്തു വെക്കാം. സ്റ്റാറ്റസിലേക്ക് കടക്കുകയാണെങ്കിൽ ചെൽസിക്ക് 17 ഷോട്ട് എടുത്തിട്ട് 5 ഓൺ ടാർഗറ്റിലേക്കും, ഇവിടെ ഫ്ലൂമിനസിൽ നോക്കുകയാണെങ്കിൽ 12 ഷോട്ട് എടുത്ത് 3 ഓൺ ടാർഗറ്റിലേക്കും. പൊസിഷൻ നോക്കുകയാണെങ്കിൽ ചെൽസിക്ക് 54%, ഇവിടെ ഫ്ലൂമിനസിന് വെറും 46%. പിന്നെ പാസസിലേക്ക് കടക്കണമെങ്കിൽ ചെൽസി 503 പാസ് ചെയ്തപ്പോ ഇവിടെ 430 പാസ് മാത്രം ഫ്ലൂമിനസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ പാസിംഗ് ആക്യുറസിയിലേക്ക് കടക്കണമെങ്കിൽ 87% എവിടെയാണെങ്കിൽ ഇപ്പുറത്ത് 90% ചെൽസിക്ക്. പിന്നെ ഫൗള് രണ്ടുപേരും സമമായിട്ട് 11 ഫൗള് കമ്മിറ്റ് ചെയ്ത് 11 ഫൗള് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. യെല്ലോ കാർഡ് ചെൽസിക്ക് ആകെ ഒരു യെല്ലോ കാർഡ് ഉള്ളൂ. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ 2 യെല്ലോ കാർഡ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഫ്ലൂമിനസിന്. റെഡ് കാർഡ് നോക്കുകയാണെങ്കിൽ ഒരു റെഡ് കാർഡും ഇല്ല. ഓഫ് സൈഡിലാണെങ്കിൽ ഫ്ലൂമിനസ് 2 ഓഫ് സൈഡ് മാത്രം, ചെൽസിക്ക് ആ മറുഭാഗത്തിൽ ഡബിൾ ആയിട്ട് 4 ഓഫ് സൈഡ് വന്നിട്ടുണ്ട്. കോർണേഴ്സിലേക്ക് കടക്കണമെങ്കിൽ ചെൽസിക്കാണ് ഏറ്റവും കൂടുതൽ 4 കോർണർ കിട്ടിയിട്ടുണ്ട് ചെൽസിക്ക്, ഫ്ലൂമിനസിന് 3 കോർണർ മാത്രം. ഈ സ്റ്റാറ്റസിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലൂമിനസ് മിക്കതിലും ലോ ആണ്. ഫ്ലൂമിനസ് അതിന് സെക്കൻഡ് ഹാഫിലാണ് അവര് ലോ ആയത്. സെക്കൻഡ് ഹാഫിൽ അവർക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. എന്താ പറയുക, ചെൽസിയുടെ ഈ കറക്റ്റ് ആയിട്ടുള്ള ടൈമിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ വന്ന് അവരുടെ ഈ ടയർഡ്നെസ് ഉണ്ടല്ലോ അതൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റി. പക്ഷെ ഫ്ലൂമിനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവര് ഗ്യാപ്പ് ഇട്ടിട്ടാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പോഴേക്കും പ്ലേയേഴ്സ് തളർന്നിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും അവർക്ക് കിട്ടിയ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടും എല്ലാം വലുതാണ്. അവര് തലയിൽ തന്നെയാണ് ഫുട്ബോൾ ഇതൊന്നും മടങ്ങുന്നത് ക്ലബ് വേൾഡ് കപ്പിൽ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, കളി അത്രയ്ക്ക് യെല്ലോ കാർഡും അതൊന്നും റഫറി നല്ല സുതാര്യമായ ഇന്നത്തെ കളിയില്. പിന്നെ ചെൽസിന്റെ ഗോൾ കീപ്പറിന് ഒന്ന് കിട്ടി, പിന്നെ അവന്റെ 2 പ്ലെയർ കിട്ടി. ഗോളി അത് ബോൾ കുറച്ച് ഫ്രണ്ടിലിട്ടാണ് ആ ഓഫ് സൈഡിന്റെ ടേക്കില് ഗോളി അങ്ങോട്ട് ഫ്രണ്ടിലിട്ടപ്പോഴാണ് ഗോളിക്ക് യെല്ലോ കാർഡ് കിട്ടിയത്. അതെ, അപ്പൊ എന്തായാലും റയൽ മാഡ്രിഡും PSG ഒരുങ്ങി തന്നെ ഇരുന്നോളൂ. ആരായിരിക്കും പറയും. ആരാണെങ്കിലും ചെൽസിക്ക് എതിരെ നല്ലൊരു കട്ട ഫൈനൽ തന്നെയായിരിക്കും കാണുമ്പോൾ. ചെൽസി ഇതിനു മുമ്പ് 2012 ക്ലബ് വേൾഡ് കപ്പില് ഫൈനലിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ചെൽസി. അപ്പൊ തീർച്ചയായിട്ടും റയൽ മാഡ്രിഡ് ആയാലും PSG ആയാലും ഒരു വീറും വാശിയേറിയ കളി കാണാൻ പറ്റും. അപ്പൊ ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് എടുത്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ഡെയിലി നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും.